നമ്മുടെ ഓൺലൈൻ ചാനലുകളും ന്യൂസ് ചാനലുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സിനിമ റിലേറ്റഡ് ടോപ്പിക്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോകുന്നത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ ടോക്സ് ആണ്. വാലിബൻ പോകുമ്പോ ലാലേട്ടൻ പോകില്ല. അല്ല, ലാലേട്ടൻ പോയല്ലോ സ്നേഹ. ബോയ്ക്കോട്ട് വാലിബൻ പലതും പറയും, അതൊന്നും നമ്മൾ മൈൻഡ് അടിക്കില്ല. പലരും ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ആ ടോപ്പിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഫ്ലാഷ് കണ്ണിക്ക് അടിച്ചിട്ട് അവിടെ പെട്ടെന്ന് തീർക്കാം. അപ്പോൾ മലൈക്കോട്ടെ വാലിബന്റെ പ്രൊമോഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ മനോരമ ന്യൂസിൽ ഇവർ ഷിബു ബേബി ജോൺ, മോഹൻലാൽ ആൻഡ് ലിജോ ജോസ് പല്ലിശ്ശേരി 3 പേര് വന്നിരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ആങ്കറിന്റെ 1-2 ചോദ്യങ്ങൾ ഓക്കെ, അതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യനിൽ നിന്ന് മാറി വേറിട്ട് നിന്നൊരു ക്വസ്റ്റ്യൻ. കുറേ പേരത് ട്രോളാക്കി, പക്ഷെ ഐ റിയലി എൻജോയ്ഡ് ബിക്കോസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ടേ. യെസ്, ബിക്കോസ് സാധാരണ നമ്മുടെ എന്താ പറയുക എന്റർടൈൻമെന്റ് ചാനലുകളുടെ മുന്നിൽ പോയാൽ ഇങ്ങനെ സിനിമാക്കാർ ഇന്ന ചോദ്യം ചോദിക്കാൻ പാടില്ല, ഇന്ന ചോദ്യം ചോദിക്കാൻ പാടില്ല, അത് അവർ പിടിക്കും. പക്ഷെ ന്യൂസ് ചാനൽസ് ഉണ്ട്, സാറ്റലൈറ്റ് ന്യൂസ് ചാനൽസിന് മുന്നിൽ പോകുമ്പോൾ 24x7 ഒരു ചാനലിലൊരു ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കാൻ പറ്റില്ല. ആങ്കേഴ്സ് എന്താണെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടും. അങ്ങനെ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും ഓക്കെ. അപ്പോൾ ഒരു 2 വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ പ്ലേ ചെയ്യാം. ഞങ്ങൾ കണ്ടിട്ടുള്ളൊരു സ്റ്റില്ലുണ്ട്, പഴയ സ്റ്റില്ല്. അതായത് തോളത്ത് കൈ വെച്ചിട്ട് ഒരു പഴയ സ്റ്റില്ല്, മോഹൻലാൽ ഇങ്ങനെ തോളത്ത് കൈ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണമുണ്ട്. അപ്പോൾ അന്ന് ആ സ്റ്റില്ല് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇവിടെ നമ്മൾ എന്താ ഇത്ര വലിയ അടുപ്പം, ഒരു സൗഹൃദം ഉണ്ടാകും. പക്ഷെ എന്നാലും മലയാളത്തിലൊരു പ്രമുഖ നടൻ, ഏറ്റവും വലിയ നടൻ അങ്ങനെ തോളത്ത് കൈ വെച്ച് സംസാരിക്കണമെങ്കിൽ ആ സൗഹൃദത്തിന് മറ്റു ചില അർത്ഥങ്ങൾ കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ചന്ദ്രലേഖയ്ക്ക് അന്ന് ഞാൻ ബിസിനസ് രാഷ്ട്രീയം ഇല്ലായിരുന്നതുകൊണ്ട് ലാലിൻ്റെ മിക്ക ലൊക്കേഷനിലും ഞാൻ സന്ദർശിക്കുക. പ്രത്യേകിച്ച് പ്രിയൻ്റെ ആണെങ്കിൽ നിർബന്ധമായിട്ട് പോയി 2 ദിവസം അവിടെ നിൽക്കുക. അതൊരു റുട്ടീനായിരുന്നു. അവിടെ പോയി നിൽക്കുക. മനുഷ്യമായിട്ട് ഒരുപാട് കാലത്ത് ഞങ്ങൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുമിച്ച് സഞ്ചരിക്കും. അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാരണമായിട്ട് ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. US ആയാലും സ്പെയിൻ ആയാലും ഗ്രീസ് ആയാലും ലാസ് പാൽമസ്, ഒരുപാട് രാജ്യങ്ങളിൽ പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ വർഷത്തെ സൗഹൃദമാണ്. അന്ന് അതൊന്നും സിനിമയായിട്ടൊന്നും കണക്റ്റഡേ അല്ല. സിനിമയുടെ സെറ്റിൽ വരുന്നല്ലാതെ ഒരു സിനിമ ചെയ്യണമെന്നോ അങ്ങനെയുള്ളതല്ല. ഇപ്പം അദ്ദേഹം അതുപോലെ ഒരു സിനിമയിലേക്ക് വന്നത് ഏറ്റവും നല്ല സിനിമയായിട്ട് മാറട്ടെ. രാഷ്ട്രീയം, മത്സ്യക്കച്ചവടം, ആ ടേസ്റ്റിനിടയ്ക്ക് എവിടെ സിനിമ എന്നൊരു അതിശയം കൂടെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാൻ പാടില്ല. അല്ല, അത് തെറ്റായതാണ്. എൻ്റെ ഒരു പശ്ചാത്തലം വെച്ചാണെങ്കിൽ ഞാൻ ഒരിക്കലും സിനിമ ചെയ്യേണ്ട ആളുള്ളൂ. കാരണം എൻ്റെ പിതാവ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, എൻ്റെ അമ്മയെ 2 സിനിമയ്ക്കേ കൊണ്ടുപോയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ആ 2ൻ്റെ പിറ്റേ ദിവസം പുള്ളി ജയിലിൽ പോവുകയാണ്. പുള്ളി അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തലേന്ന് വൈകിട്ട് വന്ന് അപ്പോൾ ഒരു സിനിമയ്ക്ക് വന്നു പറഞ്ഞു. അങ്ങനെ 2 സിനിമയ്ക്കേ പുള്ളി കൊണ്ടുപോയിട്ടുള്ളൂ. എന്നാലും ഒരു സിനിമ കാണുന്ന പശ്ചാത്തലത്തിലൊന്നും അല്ല ഞങ്ങൾ വളർന്നു, പിതാവിൻ്റെ ഭാഗത്ത്. പിന്നെ ഞങ്ങൾ വളർന്നു സിനിമ ആസ്വദിക്കുന്ന ഇതാണ്. അന്നേരം എവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് മത്സ്യക്കച്ചവടം ചെയ്യുന്നതാണെങ്കിൽ അത് മാത്രം, രാഷ്ട്രീയമാണെങ്കിൽ അത് മാത്രം. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ വേറെ ഒന്നിനും കൊള്ളത്തില്ല എന്ന കാഴ്ചപ്പാടല്ലല്ലോ. ഇതെല്ലാം കൂടെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ സാധിക്കണം. അതിങ്ങനെ സംഭവിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഇത് ഇറങ്ങുന്ന ആണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു കേരളത്തിലെ ഒരു മലയാളത്തിലെ പ്രമുഖ നടന് ഇന്ന വ്യക്തിയുടെ കൂടെ മാത്രമേ ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ പാടുള്ളൂ? ആർക്കാരൊപ്പം വേണമെങ്കിലും ഫ്രണ്ട്ഷിപ്പ് വെക്കാം. ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് വരുന്ന ബെനിഫിറ്റ്സും ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് വരുന്ന വേറെ എന്തെങ്കിലും ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. പക്ഷെ ആ ഫോട്ടോനെ കുറിച്ച് ഫോട്ടോയിൽ അത്രയും നല്ല ഡീപ്പ് ആയിട്ടുള്ളൊരു അതെന്താ അറിയോ, മേ ബി എന്തായിരിക്കാം വെച്ചാൽ ലാലേട്ടൻ അങ്ങനെ കുറേ പേരുടെ കൂടെ ഒന്നും ആരും കണ്ടിട്ടില്ല. മമ്മൂക്കയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പിഷാരടി അടക്കം കുറേ പേര് എപ്പോഴും നമ്മൾ മമ്മൂക്കാന്റെ ഒപ്പം അങ്ങനെ ഒരു കൂട്ടം ആളുകളെ നമ്മൾ കാണും. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അല്ല, പണ്ട് മുതലേ മമ്മൂക്കാന്റെ കൂടെ അപ്പപ്പുള്ള കുറെ ആൾക്കാരെ കാണുന്നുണ്ട്, കുറച്ച് ആളുകളെ കാണും. മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിന്റെ ഒപ്പം വളരെ എണ്ണം പറഞ്ഞ ചുരുക്കം ചില ആന്റണി വരുമ്പോ ഒരു പ്രിയദർശൻ, അങ്ങനെ കുറച്ച് ആളുകളെ മാത്രമാണ് മോഹൻലാലിന്റെ ഒരു പേഴ്സണൽ സ്പേസിൽ. ഈവൻ മോഹൻലാൽ ചിരിക്കുന്നത് വരെ ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോഹൻലാൽ സിനിമയെ ചിരിക്കുന്നല്ല, ലാലേട്ടനെ ചിരിച്ചു കാണാൻ ഭയങ്കര പാടാ. നേരെ മറിച്ച് മമ്മൂക്കാന്റെ കുറെ ചിരിച്ച ഫോട്ടോ വീഡിയോസ് ഉണ്ട്. ലാലേട്ടന്റെ വെരി റയറാണ് ചിരി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിരിച്ച ഒരാളെ തോളത്ത് കൈയിട്ടപ്പോ മേ ബി തോന്നിയതായിരിക്കാം ഇവര് തമ്മിൽ എന്താന്നുള്ളത്. ബട്ട് അങ്ങനെയൊന്നുമില്ല. ആരോട് വേണമെങ്കിലും ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാം. അതുകൊണ്ട് വരുന്ന ആഫ്റ്റർ മാത്തൊക്കെ അവരുടെ ഇഷ്ടത്തിന് അവരനുഭവിക്കുക, അല്ലെങ്കിൽ അവര് ഷെയർ ചെയ്ത് തീർക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ അടുത്തത് മീൻ കച്ചവടവും ബാക്കി കാര്യങ്ങളും രാഷ്ട്രീയം ചെയ്യുന്ന ഒരാൾക്ക് സിനിമ എടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യം, അത് ചുമ്മാ ഒരു വെറുതെ ചോദ്യമായി പോയത്. കാരണം ചോദിച്ചല്ല,
ചോദ്യം സീരിയസ് ആയി ചോദിച്ചതാ, പക്ഷെ ഒരു ക്ലീഷ ചോദ്യം. അതെനിക്ക് എന്തോ ഒരു ഇതെന്താ എങ്ങനെയെന്ന് തോന്നി. കാരണം അങ്ങനെയൊന്നും ഇല്ലല്ലോ, ആർക്കും വേണമെങ്കിൽ സിനിമ എടുക്കാം. സിനിമ അങ്ങനെ ഇന്ന ആൾക്കേ എടുക്കാൻ പറ്റൂ, ഇന്ന ആൾക്കേ സിനിമ പറ്റൂ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. സിനിമ ആർക്കും വേണം, കയ്യിൽ കാശുള്ളവര് സിനിമ എടുക്കാം. കയ്യിൽ കാശ് വേണം, അല്ലെങ്കിൽ വേറുള്ളവന്റെ കാശ് സിനിമയിൽ എത്തിക്കാനുള്ള കഴിവായാലും മതി, ഇന്നാരും സിനിമ എടുക്കാം. അപ്പൊ സിനിമ എടുക്കാൻ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇന്നൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഇന്ന അങ്ങനെയൊന്നും ഇല്ല. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്കും വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അതൊക്കെ ഒരു റിസ്കില് മാത്രം ചെയ്യാന്ന് മാത്രമേ. റിസ്ക് എലമെന്റ് ആണ്. പിന്നൊക്കെ എന്താ പറയാ, സൗഹൃദത്തിന്റെ പുറത്തും അങ്ങനെയൊക്കെ സിനിമ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആത്മീയത, ദൈവവിശ്വാസം, ഇത്തരം ചില കാര്യങ്ങളിലെ ഒരു മാറ്റം ലിജോയിൽ കണ്ടു തുടങ്ങിയത് ചുരുളി എന്നുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. അതുവരെ ലിജോ മറ്റൊരു തലത്തിലായിരുന്നു. അതിലുള്ള സിനിമകൾ കുറച്ച് ചടുലമായിട്ടുള്ളൊരു തയ്യാറെടുപ്പും അതിൻ്റെ ഒരു പ്രസൻറ്റേഷനും അങ്ങനെയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചുരുളി 2 വർഷം വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ സോ കോൾഡ് തെറി എന്നേ പറയുള്ളൂ. തെറി എന്ന് ഉള്ളതിന് അത് ആപേക്ഷികമാണ്. അപ്പോൾ അത് സോ കോൾഡ് തെറി ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ 2 വർഷം ചുരുളിക്ക് വന്നു. എവിടെയാണ് ഈ ആത്മീയതയും ദൈവവിശ്വാസമൊക്കെ ലിജോയെ മാറ്റിമറിച്ചത്? ഏത് ഘട്ടത്തിലാണ്? ഇതിപ്പോൾ നമ്മുടെ ശ്വാസം പോലെയാണ്. ഇപ്പോൾ നമ്മൾ അത് കയറി ഇറങ്ങി പോലെ, ഇപ്പോൾ നമ്മൾ കുറേ നാൾ നല്ല വേഗതയുള്ള ഒരാളായിരിക്കും, കുറച്ച് നാൾ നമ്മൾ പതിഞ്ഞിരിക്കും, പിന്നെ കുറച്ചുകൂടി സ്പീഡിൽ നടക്കും, ചിലപ്പോൾ എഴയും. ഇതെല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് എടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മലക്കോട്ടെ വാലുവിലേക്ക് എത്തി, ഇപ്പോൾ കുറച്ചുകൂടി സ്പീഡായി. അപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കും, മറിഞ്ഞിരിക്കണമല്ലോ ലൈഫ് എന്ന് പറയുന്നത്. ആ വിശ്വാസം ഈ കഴുത്തിൽ കൊന്തായിട്ട് വന്നത് അതെല്ലാ കാലത്തുള്ളതാണ്. ഇത് എൻ്റെ മമ്മി തന്നേക്കണതാണ്. അപ്പോൾ ഞാൻ മമ്മിയുടെ ഇത് ഒരു വിശ്വാസത്തിൻ്റെ സിമ്പിളിനേക്കാളും ഞാൻ മമ്മിയെ ഓർക്കുന്നൊരു കാര്യം കൂടിയാണത്. എന്തുകൊണ്ട് ആ രീതിയിൽ മാറണം എന്ന് തോന്നി? എവിടെയാണ് തോന്നിയത്? മനുഷ്യ നിലയ്ക്ക് ഞാൻ മാറേണ്ട ഘട്ടം ഇതാണ് എന്ന് ഉള്ള പരിവർത്തന സമയം അല്ലെങ്കിൽ പരിണാമം അത് ഇതാണെന്ന് തോന്നിയത് എവിടെയാണ്? അല്ല, ഇതെല്ലാം നമുക്ക് ഓർഗാനിക്കലി സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം, സിനിമകളായിരിക്കാം, പരിചയപ്പെടുന്ന ആൾക്കാരായിരിക്കാം, വായിക്കുന്ന ഒരു ബുക്കായിരിക്കാം. ഇതെല്ലാം അതിന് റീസൺസ് ആവാമല്ലോ. എന്തുകൊണ്ട് കുറച്ചുകൂടി തുറന്നു പറയുന്നില്ല ആ കാര്യത്തിൽ? കാരണം എന്താണ് തുറക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ആ ഇൻഡ്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് മാറ്റം സംഭവിച്ചത് ഇപ്പോഴും പറഞ്ഞില്ല. അങ്ങനെ മാറിയെന്ന് പറയുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ഇൻഡ്യൂഷൻസും ഞാൻ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നുന്നൊരു ഇൻഡ്യൂഷൻ ഞാൻ ചിലപ്പോൾ വേറൊരു കാര്യത്തിനായിട്ട്, ഒരു സിനിമയ്ക്കായിട്ട് ഉപയോഗിക്കും. ചിലപ്പോൾ മറ്റൊരാൾക്ക് ഒരു സഹായത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ഇൻ്റർവ്യൂവിലിരുന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ? അതായത് ഒരു മനുഷ്യനിൽ ആത്മീയത കാരണം ഇപ്പോൾ മനുഷ്യൻ ഡിപ്പെൻസ് ആണ് കേട്ടോ, നമ്മുടെ ജീവിതം ഡിപ്പെൻസ് ആണ് നമ്മൾ മാറുന്നതും നമ്മളിൽ വരുന്ന മാറ്റങ്ങളും. ഇപ്പോൾ ഒരാളോട് പോയിട്ട് നിങ്ങൾ പെട്ടെന്ന് എങ്ങനെയുണ്ടാ ഈ പറഞ്ഞ വിശ്വാസമില്ലായ്മയിൽ നിന്ന് ആത്മീയതയുടെ തലത്തിൽ വന്ന് ഒരു വിശ്വാസിയെ പോലെ ആയി മാറി, അതെങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്ന ജീവിതം ആത്മീയതയിലേക്ക് വന്ന് സ്ലോ ഡൗൺ ആകുന്ന എങ്ങനെയെന്ന് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ഉത്തരം ഉണ്ടാവില്ല. ആക്ച്വലി അതൊരു ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ചോദ്യമാണ്. പക്ഷെ ലിജോ ജോസ് അതിനൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം കൊടുത്തു. ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ കുറെ ട്രോളുകളിൽ കണ്ടു ഇത് എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും, കുറെ ട്രോള് വന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം ഒരു മനുഷ്യനോട് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഉത്തരം കിട്ടാത്ത തരത്തിലുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇപ്പം ഞാൻ ഒട്ടും ഒന്നിനും വിശ്വാസം, ഈ ദൈവം മതം കോൺസെപ്റ്റിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. ചിലപ്പോൾ വരും വർഷങ്ങളിൽ എന്നിലൊരു മാറ്റം വന്ന് ചിലപ്പോൾ ഞാനൊരു വിശ്വാസിയായി മാറിക്കഴിഞ്ഞാൽ എന്നോട് വന്നിട്ട് പെട്ടെന്ന് ഒരാൾ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഈ വിശ്വാസി എന്നുള്ളൊരു ദൈവവിശ്വാസത്തിലൂടെ പോകുന്നവരുണ്ട്, ആത്മീയതയിലൂടെ പോകുന്നവരുണ്ട്. ഈ ആത്മീയത ലൈന് പിടിക്കുന്നവർ സ്വയം വിശ്വസിക്കും. മീ ഈസ് ദ ഇന്നർ മീ ഓഫ് ദ മീ എന്നില്ല പറഞ്ഞ പോലെ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു വേറൊരു സാധനത്തിലൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ തന്നെ എല്ലാം അല്ലെങ്കിൽ സർവ്വതും ഞാൻ കമന്റ്സിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോ സായി വിശ്വാസിയല്ല, പക്ഷെ എന്തുകൊണ്ടാണ് കർമ്മയിൽ വിശ്വസിക്കുന്നത്? കർമ്മ അതൊക്കെ ഗുഡ് ക്വസ്റ്റ്യൻ. ഈ കർമ്മ എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ ഒരു ദൈവമല്ല. കർമ്മ ഈസ് മീ. കർമ്മ ഞാനാണ്. ഞാനിപ്പോൾ ഈ ഇരിപ്പിന് സ്നേഹം ഒരു അടിയാണ് പൊട്ടിച്ച സ്നേഹം അവിടെ നിന്ന് ഇങ്ങനെ ഒരു അടിക്ക് തരും. അത് റിഫ്ലെക്സ് അല്ല, അത് കർമ്മയാണ്. ഞാൻ എന്നെ തല്ലിടൂ, അപ്പൊ ഈനെ തിരിച്ചടിക്കണു. നേരെ മറിച്ച് ഞാൻ ഉമ്മ വയ്ക്കണു, ഈനെ തിരിച്ച് ഉമ്മ വയ്ക്കും. അതൊന്നും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും എവ്രി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇല്ലെങ്കിലും എവ്രി ആക്ഷൻ ഹാവ് റിയാക്ഷൻ ഉണ്ട്. തിരിച്ചൊരു റിയാക്ഷൻ വരുമല്ലോ. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു
ഒരു ആക്ഷൻ തിരിച്ച് കിട്ടും. അതാണ് എനിക്ക് കർമ്മ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കേറിയിട്ട് ഒരാളെ ചൊറിഞ്ഞു, അയാൾ തിരിച്ചിന്റെ മാന്തി, അതിന്റെ കർമ്മയാണ്. ഞാൻ ചൊറിയാൻ പോയിട്ടില്ലെങ്കിൽ മാന്തി കിട്ടി. അത് ദൈവവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടില്ല, വിശ്വാസമാണ്. അത് എനിക്ക് എന്നിൽ തന്നെ വെക്കേണ്ട ഒരു വിശ്വാസമാണ്. ഈ സാധനം ചിലപ്പോൾ നാളെ പറഞ്ഞ ഒരു ആത്മീയ തലത്തിലേക്ക് പോവാം. ഞാൻ കുറെ ബുക്കൊക്കെ വായിച്ച് കുറെ കണ്ടു. ഇല്ല, ഞാൻ ബുക്ക് വായിക്കില്ലല്ലോ. അപ്പൊ ആത്മീയത ഇല്ല, ഞാൻ സന്യാസം ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ മുട്ടടിക്കും. എല്ലാ സന്യാസികളും മുട്ടടിച്ചിട്ടാണല്ലോ, അപ്പൊ ഞാൻ മുട്ടടിക്കുന്നു. ഏത് അത് അഗോരിയിട്ട് അത് വാറണ്ട്. അപ്പൊ സംഗതി നമ്മളല്ല, ആത്മീയത ഒരാളിലേക്ക് എപ്പോൾ ഇമ്പാക്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സംഗതി എന്താ പറയുക, ഈ ആത്മീയത ആളുകളിലേക്ക് പോകുന്ന 2 സ്പേസ്, കയറി ചെല്ലുന്ന 2 സമയമാണ്. ഒന്ന് കുറേ പൈസയും ഫെയിമും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആത്മീയത കയറിപ്പോയിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്ക് പെട്ടെന്നൊരു ഫെയിമും പൈസയും വരുമ്പോഴത്തേക്ക് അവർ ആത്മീയതയുടെ തലങ്ങളിൽ പോയി ശാന്തരായി വളരെ സൗമ്യരാകും. അല്ലാതെ ഒന്നുമില്ലാത്തൊരവസ്ഥയല്ലേ, കയ്യിൽ 5 പൈസ ഇല്ല, പാപ്പരായിട്ടിരിക്കുകയാണ്, ഇനി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ വളരെ കൂളായി അത് ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ പാപ്പരാണ്. ആത്മീയത എന്ന് പറഞ്ഞ ഒരു പീസ് ഓഫ് മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുക, എന്ത് വന്നാലും എങ്ങനെ വന്നാലും വളരെ കൂളായി കാമായിട്ട് അവരങ്ങനെ. ചില സമയത്ത് ലാലേട്ടൻ ഒരു ആത്മീയതയുടെ സ്റ്റേജിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഞാൻ ഈ മാലിബന്റെ ഇന്റർവ്യൂലൊക്കെ കാണുമ്പോൾ മൂപ്പര് ഭയങ്കര എനർജി ചുരുളി പറഞ്ഞ സിനിമയില് അത് കഴിഞ്ഞിട്ട് നല്ല പറഞ്ഞു. ചുരുളി പറഞ്ഞ 2 കൊല്ലായില്ലേ? ചുരുളിന്റെ മുന്നേ ഒക്കെ കുറെ സിനിമകൾ ചുരുളിനെ കുറിച്ചിട്ടാ പറയുന്നത്. അതങ്ങനല്ല, അവരാ ബ്രേക്കിംഗ് പോയിന്റാ പറയുന്നത്. ഐസ് ബ്രേക്ക് ചെയ്ത ഒരു ടൈം ഉണ്ട്. അതായത് ഇതിന് ശേഷം നിങ്ങൾ കുറച്ചിങ്ങനെ എന്താ ഇങ്ങനെ ആയേ, ഇപ്പൊ കൊന്തന്റെ കേസൊക്കെ ചോദിക്കുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അയാളുടെ ഫാസ്റ്റ് പ്രൊജക്ടുകൾ, അതായത് ഇങ്ങനെ പട്ടപ്പടക്ക മാതിരി എടുത്തിരുന്ന സിനിമകൾ, തെറിച്ച് വരുന്ന സിനിമകൾ അങ്ങനെയല്ല. ഒരാൾക്ക് ചിലപ്പോൾ എന്താ പറയുക, ഒപ്പമുള്ള ആളുകൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ലൈഫിൽ സെറ്റിലായി, അയാൾക്ക് തോന്നുന്നു ഐ ആം സെറ്റിൽഡ്, ഞാൻ എൻ്റെ പേരുണ്ടാക്കി പ്രശസ്തി ഉണ്ടാക്കി എനിക്ക് പൈസ ആയി സെറ്റിൽഡ് ഉണ്ടാവും. റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഞാൻ ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ അത്യാവശ്യം പോവാം എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ആകുമ്പോൾ പിന്നെ അയാൾ സ്ലോ ഡൗൺ ആവും. അങ്ങനെ ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ആൻഡ് ഹിസ് ആക്ഷൻസ്. അതിപ്പോ എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. എന്തായാലും എനിക്കൊക്കെ ഇനിയിപ്പോ എത്ര എങ്ങനെ ഈ പൈസ ഉണ്ടാക്കണവരുണ്ടാക്കാനേ നോക്കുള്ളൂ, അല്ലാതെ അത് നിർത്തി വേറെ പണിക്ക് ഇല്ലടി. അല്ല, ചിലർ ഈ ശ്രദ്ധിച്ചോ, കുറേ പൈസ ഉണ്ടാക്കണവര് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആത്മീയതയാണ്. ഞാനങ്ങനെ കണ്ടിട്ടുള്ളത് കുറെ ആൾക്കാരെ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര ആത്മീയതയും ഭയങ്കര സ്പിരിച്വാലിറ്റിയും ഒക്കെ പറയും അവര്. അത് വലിയൊരു സബ്ജക്റ്റ്. മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ വെച്ച് മാറിയെന്നൊന്നും പറയാൻ, ഇപ്പൊ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒരു പറഞ്ഞ പോലെ വലിയ കാര്യം നമ്മുടെ വെളിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ദൈവവിശ്വാസം ഒരു പെന്നലിലൂടെ ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ. അപ്പൊ ഈ ചോദ്യത്തിന് എനിക്ക് എന്താണ് അത് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഓരോ പ്രാവശ്യം ഈ ചോദ്യം ഞാൻ മോഹൻലാൽ നടന്നോട് ചോദിക്കുമ്പോൾ ഉത്തരം പലതാണ്. ഇപ്പോൾ പണ്ടൊരിക്കൽ ചോദിച്ചപ്പോൾ കറക്റ്റാണ് കാര്യം. ഇപ്പൊ പറയുന്നതായിരിക്കില്ല ഞാൻ പിന്നെ പറയുന്നത്. കാര്യം നമ്മൾ വീണ്ടും മാറിക്കൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ സെല്ലുകൾ മാറുന്ന പോലെ നമ്മുടെ ഒരുപാട് തോട്ട് പ്രോസസ്സുകളൊക്കെ മാറും. ഈ പറഞ്ഞ ഈ ഒരു വാലിബലിലൂടെ എനിക്ക് ചിലപ്പോൾ ഒരു വേറൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇതറിയാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകും. അത് ലെറ്റ് ഇറ്റ് ഗോ. ആ ഒരിക്കൽ ഒത്തങ്ങ് പോകുന്നതാണ് താല്പര്യം. എൻ്റെ താല്പര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു പ്രൈവസിയുടെ സ്പേസ് വേണമല്ലോ. നമ്മളെയൊക്കെ നയിക്കുന്ന ഓരോ വിശ്വാസവും ഓരോ ഇതുണ്ട്. അതപ്പോൾ അവിശ്വാസം ഒരു വിശ്വാസമാണല്ലോ. പക്ഷേ ഇതെല്ലാം നമ്മളെ നയിക്കുന്നത് അതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കാഴ്ചപ്പാട്. അതിലൊരു പ്രൈവസിയുടെ പാർട്ടുണ്ട്. ഞാനിങ്ങനെ ഇന്ന ദിവസം മാറി എന്ന് പറയുന്നത് തന്നെ അതൊരു ഇതല്ലല്ലോ. പക്ഷേ മറ്റുള്ളവർ ഒരുപാട് സ്വാധീനിക്കപ്പെടുന്ന ചില വ്യക്തികളാണ്. മോഹൻലാൽ അല്ലെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഒട്ടനവധി ആളുകൾ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്. അപ്പം അതിനപ്പോൾ ഞാനൊരു ഭയങ്കര ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് സിനിമയെല്ലാം നിർത്തി ഞാനൊരു സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം. അങ്ങനെ എനിക്ക് പറഞ്ഞു അല്ല ആയിരിക്കാം, അങ്ങനെ സംഭവിക്കാം. അതിനോട് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ, ആയിരുന്നു. അങ്ങനെ ആ സമയത്ത് എനിക്ക് പറയാം, ഞാൻ ഇങ്ങനെ പോയപ്പോൾ എനിക്ക് വൈകിട്ടൊരു ദർശനം ഉണ്ടായി, നീ സിനിമ നിർത്തിപ്പോവും. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് പിന്നെ ഒത്തിരി നമുക്ക് അറിഞ്ഞോ അറിയാതെ ഒരുപാട് റിഫ്ലക്ഷൻസ് ജീവിതത്തിലുണ്ടാകും അല്ലേ. ഒരുപാട് ചില ദർശനങ്ങളുണ്ടാവും, ചില ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം അല്ലേ. അങ്ങനെയാണല്ലോ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ. ഇൻ്റർവ്യൂ എന്ന് തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളും കൂടെ സഞ്ചരിച്ച് ഒരു ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് പറയാനും പറ്റുള്ളൂ. കറക്റ്റ് ആളടുത്താണ് ചോദ്യം ചോദിച്ചത്, ലാലേട്ടൻ്റെ അടുത്ത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാവാത്ത സാധനം പറയും. പക്ഷെ ഇതിന് മൂപ്പര് കറക്റ്റ് കാര്യം പറഞ്ഞു. അതായത് എന്തായാലും പറയണ്ടല്ലോ പറയാൻ പറ്റില്ല എന്നുള്ളത്. പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മൂപ്പര് പറഞ്ഞൊരു കാര്യമുണ്ട്.
നമുക്ക് ചേഞ്ചസ് വരും. നമ്മളെ തോട്ട് പ്രോസസ്സിലും ചേഞ്ചുകൾ വരാം. നമ്മളെ ബേസിക് ആയിട്ടുള്ള ചിന്താഗതികളും ആദർശങ്ങളും മാറില്ല. അത് മാറാൻ കുറേ സമയം പിടിക്കും. പക്ഷെ അല്ലാതെ നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ മാറിയും മറിഞ്ഞും വരും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിബേറ്റുകളിൽ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു മാറ്റം പ്രകടമാവും. നോളജ് കിട്ടും. ആ നോളജ് കിട്ടുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന കാര്യം തെറ്റാന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റും. അപ്പൊ ഇപ്പൊ പറഞ്ഞൊരു കാര്യം തെറ്റാന്ന് അറിഞ്ഞിട്ട് നമ്മളത് വേറൊരു സ്ഥലത്ത് പോയി മാറ്റി കഴിയുമ്പോൾ ഇവൻ അത് മാറ്റി പറഞ്ഞല്ലേ എന്നല്ല പറയേണ്ടത്. ഹി ആക്സെപ്റ്റഡ് ഇറ്റ്, ഹി കറക്റ്റഡ് ഇറ്റ്, അങ്ങനെയാണ് ആ സാധനം പറയേണ്ടത്. അപ്പൊ ഈ മൾട്ടി സ്റ്റാൻഡും ഡ്യുവൽ സ്റ്റാൻഡും സാധനം കൊണ്ടുപോകുന്നതിന് അല്ല, എനിക്ക് കുറെ വട്ടം വന്നിട്ടുണ്ട്. എക്സാക്ട്ലി, അത് ലാലേട്ടൻ പറഞ്ഞ കാര്യം തന്നെ എനിക്കും പറയുള്ളൂ. നമുക്ക് ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ പറയുമ്പോൾ നമ്മളത് ശരിയെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ വേറൊരു രീതിയിൽ അത് ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് കേൾക്കുമ്പോഴോ നമ്മളത് റീവർക്ക് ചെയ്യുക. ആ പ്രോസസ്സ്, നമ്മുടെ തോട്ട് പ്രോസസ്സ് റീവർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഈ സിറ്റുവേഷനിൽ ഇതാണ് ശരി, ഞാൻ അന്ന് പറഞ്ഞ ശരിയല്ല എനിക്ക് പിന്നെ ശരിയാവുക, ചിലപ്പോൾ അതെനിക്ക് തെറ്റായിട്ട് തോന്നാം. അക്സെപ്റ്റ് ചെയ്യുന്നു. അല്ലാതെ ഞാനൊരു അഡമന്റ് സ്റ്റാൻഡ് പിടിച്ചിട്ട് എനിക്ക് എല്ലാ സിനാരിയോസിലും എല്ലാ സിറ്റുവേഷൻസിലും എൻ്റെ ശരി മാത്രം ശരി എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ചില സമയത്ത് മാറ്റം സംഭവിക്കുക. നമ്മൾ മാറിക്കഴിഞ്ഞാൽ മാറി തന്നെ പറയണ്ടേ. അല്ലാതെ ഞാനിത് എൻ്റെ ശരി ഇതാണ്, ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞാൽ കാര്യമില്ല. നോ വൺ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പൊ അതിലായിട്ട് പറഞ്ഞ അതൊരു പോയിന്റ് തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്തവരെ കളിയാക്കാനും പാടില്ലായിരിക്കും പറഞ്ഞത്. അതായത് അവരത് ചെയ്തു എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായി എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതെ. നെക്സ്റ്റ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു വെച്ച കാര്യം, അതായത് ആത്മീയതയുടെ കേസ് പറയുന്നത്, അത് ആത്മീയതയിലേക്ക് പോയി കഴിഞ്ഞ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആൻസർ കിട്ടും. അതായത് എന്ന് മുതൽ നിങ്ങൾ ആത്മീയതയിലേക്ക് വന്നു? ഇപ്പൊ ലേനയോട് ചോദിച്ചപ്പോ ലേന എന്തോ മഷ്റൂം കഥ പറഞ്ഞു, എന്തോ ഒരു മഷ്റൂമിന്റെ കഥ പറഞ്ഞു. ലാലേട്ടന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ പോകുമ്പോൾ ലാലേട്ടൻ പറയുമായിരിക്കും. അല്ലാത്ത പക്ഷെ മൂവി ചെയ്തിരിക്കുന്ന ലാലേട്ടനോട് ഇവിടെ ആത്മീയത ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ലാലേട്ടന് ആത്മീയതയാണ് ഇഷ്ടം, ചില സമയത്ത് അത് ഇഷ്ടമല്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺസ് മൂഡ് സ്വിങ്സ് വരാലോ. പിന്നെ മാനിഫെസ്റ്റേഷൻസ് വരും. അതിപ്പോൾ എനിക്കും വരും, സ്നേഹിക്കും വരും, കാണുന്നവർക്കൊക്കെ. വി മാനിഫെസ്റ്റ് എനിത്തിങ്. ഞാൻ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ മാനിഫെസ്റ്റേഷൻസ് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ അത് നടക്കാതെ വരും. ഈ തെറ്റില്ല, മാനിഫെസ്റ്റേഷൻസ് തെറ്റാറില്ല. മാനിഫെസ്റ്റേഷൻസ് എപ്പോഴും വരും, അത് ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐ മാനിഫെസ്റ്റ് എ ലോട്ട്, ബട്ട് അതൊക്കെ റോങ്. ഈ റോങ് എന്താ മാനിഫെസ്റ്റേഷനിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. സോ മനസ്സിലായില്ലല്ലേ? മാനിഫെസ്റ്റേഷൻ റോങ് ആണെന്ന് പറയുക അങ്ങനെ ഇങ്ങനെ. അതൊക്കെ മാനിഫെസ്റ്റേഷൻ എന്താ മനസ്സിലായി? മലയാളം എനിക്ക് മനസ്സിലാവും. ഒരു സംഗതി അങ്ങനെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച സാധനം ഞാൻ വിചാരിക്കണം നാളെ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ചെന്നെത്തും, മാനിഫെസ്റ്റ് ചെയ്യാണ്, ഞാൻ സെൽഫ് മാനിഫെസ്റ്റ് ചെയ്യാം. അതിലെവിടെ റോങ് ഉള്ളത്? ഇല്ലല്ലോ. അതെങ്ങനെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ റോങ് ആയിട്ടുള്ള കാര്യം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും? ഇല്ല. ഞാൻ എനിക്ക് നല്ലത് തോന്നുന്ന കാര്യങ്ങളല്ലേ മാനിഫെസ്റ്റ് ചെയ്യും. നമുക്ക് തോന്നുന്നത് ബാക്കിയുള്ളവർക്ക് തെറ്റാ തോന്നിയാലോ? ബാക്കിയുള്ളവരോട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ എന്റെ മാനിഫെസ്റ്റേഷൻ. ചിന്തയാണോ പറയുന്നത്? ഞാൻ ഷെയർ ചെയ്യണമല്ലോ. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളോ എനിക്ക് തോന്നുന്നതോ ഞാൻ ആരോടെങ്കിലും പറയുമോ? ഇല്ല. നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ പറയും ഞാൻ അന്നങ്ങനെ ചിന്തിച്ചിരുന്നു, എനിക്ക് അന്നങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു, അപ്പം പറയും. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ ആത്മീയതയുടെ കേസും. ഞാൻ ആത്മീയത ആവും എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നടക്കാനൊന്നും പറ്റുന്നില്ല. വരുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യും, ഇല്ലാത്ത സമയത്ത് എങ്ങനെ വന്നു അല്ലെങ്കിൽ എവിടുന്ന് വന്നു എന്നുള്ളത് ഇപ്പം ഇരുന്ന് പറയാനും പറ്റില്ല. So all this thing is like a very good damn very good question. പക്ഷേ പറഞ്ഞ പോലെ ഇത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിൽക്കും, വേറെ എവിടെ ഏതൊക്കെയോ തലത്തിലെത്തും. അപ്പോൾ വിചാരിക്കും നിങ്ങൾ എനിക്ക് ഭ്രാന്താണ്, സ്നേഹയ്ക്ക് വട്ടാണ്. നിങ്ങൾ കാണുന്നവർ വിചാരിക്കും എന്ത് തേങ്ങ പറയണെന്ന് വിചാരിക്കണ്ടോ? ഇതാണ് this is all called a coconut. ആർക്കും ഒന്നും മനസ്സിലായില്ലല്ലോ. ഇതാണ് ഒരു കോക്കനട്ട്, ഇതൊരു തേങ്ങയാണ്. ഓക്കെ ഗൈസ്, ബൈ.